എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഉമാദേവി. എല്ലാവർക്കും എൻ്റെ ചാനൽ ഉമാമഹേശ്വരത്തിലേക്ക് സ്വാഗതം. ഹരേ ഗുരുവായൂരപ്പ, നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ദംഭായ വൻമരം അതിനുള്ളിൽ നിന്നു ചില കൊമ്പും തഴച്ചവധിയില്ലാതെ കായികനിയും അമ്പോട് അതിനരികിൽ വായിക്കുന്നതല്ല ബധ നിൻപാദ ഭക്തിലത നാരായണായ നമഃ. ഇവിടെ വാക്കർത്ഥമാണ് ആദ്യം പറയുന്നത്. ദംഭായ വൻ മരമതിനുള്ളിൽ നിന്ന്, മതമാകുന്ന വലിയ വൃക്ഷത്തിനുള്ളിൽ നിന്ന് ചില കൊമ്പും തളിർത്ത് പല അഭിമാന ചിന്തകളാകുന്ന കൊമ്പുകൾ തളിരിട്ട് അവധിയില്ലാത്ത കായികനികൾ എണ്ണമറ്റ കാമക്രോധ അതിവികാരങ്ങളാകുന്ന കായികനികളും കനികളും രൂപം കൊണ്ട് എൻ പേരിലൊത്തരികിൽ വാഴായ്വതിന് എൻ്റെ ജീവിതത്തെ സദാ മുടക്കിക്കളയാതിരിക്കുന്നതിന് ഗതി നിൻ പാദഭക്തി, ഒരേ ഒരു ഉപായം അങ്ങയുടെ പാദങ്ങളിലുള്ള ഭക്തി മാത്രമാണ്. ഹരിനാരായണന് നമസ്കാരം. അർത്ഥം പറയാണ് സെൻറ്റൻസ്. മതമാകുന്ന വലിയ വൃക്ഷത്തിൻ്റെ ഉള്ളിൽ നിന്നും പല അഭിമാന ചിന്തകളാകുന്ന കൊമ്പുകൾ തളിരിട്ട് എണ്ണമറ്റ കാമക്രോധാദി വികാരങ്ങളാകുന്ന കായികനികളും നിറഞ്ഞ് എൻ്റെ ജീവിതത്തെ സദാ മുടക്കിക്കളയാതിരിക്കുന്നതിന് ഒരേ ഒരു ഉപായം അങ്ങയുടെ പാദങ്ങളിലുള്ള ഭക്തി മാത്രമാണ്. ഹരിനാരായണന് നമസ്കാരം. ഇവിടെ ദംഭായ വൻമരം, അതിനെക്കുറിച്ചാണ് ആചാര്യൻ പറയുന്നത്. ഈ ആസുരഭാവങ്ങളും ദൈവിക സമ്പത്തും ഒന്ന് രണ്ട് ഇതുണ്ട്. ഇത് രണ്ടും ചേർന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആസുരഭാവങ്ങളുമുണ്ട്, ദൈവിക സമ്പത്തുമുണ്ട്. അതിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ചായിരിക്കും ഓരോരുത്തരുടെയും സ്വഭാവം. ഇവിടെ ആസുരഭാവമാകുന്ന മതം എന്ന ആ അഹങ്കാരഭാവത്തിനോടൊരു വൻ വൃക്ഷമായിട്ട് ആചാര്യൻ നമ്മെ മനസ്സിലാക്കി തരുന്നു. അതിൻ്റെ കൊമ്പുകൾ എന്ന് പറയുന്നതാണെങ്കിൽ അഭിമാന ചിന്തകളാകുന്ന കാര്യങ്ങളാണ്. അതിൽ തളിരിട്ടിരിക്കുന്ന കായ്കളും കനികളും ഒക്കെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? കാമക്രോധാദി വികാരങ്ങളോടാണ് ഉപമിച്ചിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ആ മരത്തിൽ തളിയിടുന്ന കൊമ്പുകളാണ് അഭിമാന ചിന്തകളെന്നും ആ കൊമ്പുകൾ നിറയുന്ന കായികനികളാണ് എന്താണ്? നമ്മുടെ കാമക്രോധാദി വികാരങ്ങളെന്നും. ഈ ആസുര ചിന്തകളും വികാരങ്ങളും മനുഷ്യനെ ജീവിതത്തിനെ അപകടത്തിലാക്കും. അതിനെക്കുറിച്ച് ഭഗവത്ഗീതയിൽ 16-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ വ്യക്തമായി അവിടെ ഭഗവത്ഗീത വിവരിച്ചിരിക്കുന്നുണ്ട്. ആസുരഭാവങ്ങൾ എന്നുള്ള ആ അധ്യായത്തിൽ 16-ാമത്തെ അധ്യായം അത് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് വായിക്കുക, അത് മനസ്സിലാവും. ഇവിടെ നമ്മൾ പറയുന്നുണ്ടല്ലോ കാമക്രോധാദി വികാരങ്ങൾ. അവയെന്ന് പറഞ്ഞാൽ ഒന്ന് മതം, ദംഭം, ദർപ്പം, മതം, മാത്സര്യം, കാമക്രോധം, മോഹം, ലോകം. ഇത്രയാണ് നമ്മുടെ ഈ ആസുരഭാവങ്ങളെന്ന് പറയുന്നത്. ഇതിൽ ഒരെണ്ണം മതി നമ്മുടെ മറ്റ് എല്ലാ നല്ല കർമ്മങ്ങളെയും ഇല്ലാതാക്കാൻ. നമുക്ക് കുറച്ച് നല്ല സ്വഭാവങ്ങളുണ്ടെങ്കിൽ ഇതിലുള്ള ഒരെണ്ണം മതി. ഒന്ന് മതം അല്ലെങ്കിൽ മാത്സര്യം. മാത്സര്യം എന്ന് പറഞ്ഞാൽ തമ്മിൽ ഉള്ള ഒരു തരം നമ്മൾ പറയത്തില്ലേ, താരതമ്യം ചെയ്യക്കൽ, അസൂയ, മറ്റുള്ള അവരെക്കാളും നന്നായി നമുക്ക് എല്ലാം നേടണം എന്നുള്ള ഒരു വിചാരം, അല്ലെങ്കിൽ അവരെ അധപ്പതിപ്പിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ. ഏതെങ്കിലും ഒന്ന് മതി. അഹങ്കാരം ഇത് വളർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താവും? നമുക്ക് ഓരോ ചിന്തകൾ വന്നു തുടങ്ങും. അടുത്ത നമുക്ക് വരാൻ പോകുന്ന ചിന്തകൾ എന്തിനാണ്? നമ്മൾ ഈ ഈശ്വരൻ എന്നുള്ള ആ ഒരു ഭാവം നമ്മളങ്ങ് മറക്കും. നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു നിയന്ത്രണം ഉണ്ട് നമുക്കില്ലേ? നമ്മൾ പലപ്പോഴും ദൈവമേ ഈശ്വര എന്ന് നമ്മൾ പറയാറുണ്ട്. ആ ചിന്തയാദ്യം നമ്മളെ അതിൽ നിന്നും നമ്മൾ മറികടന്ന് നമുക്ക് നമ്മുടെ കാമപൂരണം ഏത് രൂപത്തിലും ഏത് ഭാവത്തിലും ആവാം. പെണ്ണാകട്ടെ, വസ്തുവാകട്ടെ, പണമാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസ് നമ്മൾ പറയില്ലേ, അങ്ങനെയൊക്കെയുള്ള എന്തെല്ലാം തരത്തിലുള്ള ചിന്തകളുണ്ടോ അതാണ് അഭിമാന ചിന്തകളെന്ന് പറയുന്നത്. ഇതൊക്കെ അങ്ങ് വളരാൻ തുടങ്ങും. അപ്പോൾ ആദ്യം നേടുന്നതാണ് നമുക്ക് പലതും നേടണം. എന്താണ്? മറ്റുള്ളവരത് പിടിച്ചു പറിക്കണം, അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കണം, അല്ലെങ്കിൽ അവരുടെ അന്യൻ്റെ ഭാര്യയാണെങ്കിൽ അവളെ എനിക്ക് വേണമെങ്കിൽ അതെനിക്ക് നേടിയെടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള ആ ചിന്തകൾ, ഇതൊക്കെ ഞാൻ നേടിക്കഴിഞ്ഞു, ഇനി എനിക്ക് ചെയ്യാനുള്ളത്, എനിക്ക് ശത്രുവുണ്ട്, കുറച്ച് ശത്രുക്കളെ ഞാൻ ഒതുക്കി, ഇനി അടുത്ത കുറച്ച് ശത്രുക്കളെ എനിക്ക് കൊല്ലണം. ഇങ്ങനെയൊക്കെയുള്ള തനിക്ക് എല്ലാ അധികാരങ്ങളും ഉണ്ടാവണം. തന്നെ എല്ലാവരും എന്താണ് അഭിമാനം പറയുന്നത്, തന്നെ എല്ലാവരും ഇത് ബഹുമാനിക്കണം. ഈ സ്വഭാവങ്ങളുള്ളവരെ നമുക്ക് ബഹുമാനിക്കാൻ പറ്റുമോ? ഇല്ല. ഒരു പക്ഷേ ഒരു സ്വന്തം ആപത്തുകളോ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലെ കാര്യങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ ഒന്നും അവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ പുറത്ത് കാണിക്കത്തില്ല. അഥവാ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ ഉണ്ടായിരിക്കുന്ന അവർക്ക് കൂടി ആ ഒരു വിപത്തോ ആപത്തോ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കും. എങ്കിലേ അവർക്ക് സമാധാനം. ആ തരത്തിലുള്ളൊരു മനസ്സാണ്. താൻ നശിച്ചു പോകുന്നതിന് മുമ്പ് മറ്റുള്ളവരെ കൂടി നശിപ്പിക്കണം.
അവർ സ്വസ്ഥമായിട്ട് ജീവിക്കരുത്. അങ്ങനെയൊക്കെയുള്ള ഈ വികാരങ്ങൾ കാമക്രോധ മോഹം ലോഭം ഒക്കെ പറയുന്ന ഇതിൽ നിന്നുണ്ടാവുന്നതാണ്. അപ്പം ഈ ആസുരിക ഭാവങ്ങൾ നമ്മൾ ഉണ്ടായാൽ നമുക്ക് എന്താവാൻ പറ്റില്ല, നമ്മുടെ ജീവന് മുക്തി ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആചാര്യൻ പറയാണ്, ഭഗവാനെ അപ്പം എനിക്ക് ഇനി ഈ തരത്തിലുള്ള അഭിമാന ചിന്തകളും അതിൻ്റെ പേരിലുണ്ടാകുന്ന കാമക്രോധങ്ങളും ഒക്കെ ഉണ്ടായി വരുന്ന ഒരു വലിയ അഹങ്കാരമാകുന്ന വൃക്ഷത്തിൽ എന്നെ ചേർക്കരുതേ, അതിലേക്ക് എൻ്റെ ജീവിതത്തെ ആ വിചാരങ്ങളിലൂടെ എന്നെ കടത്തിക്കൊണ്ടുപോയി എൻ്റെ ജീവിതത്തെ മുടക്കരുതേ, എൻ്റെ ജീവിതത്തിൻ്റെ മുക്തിയെ ഇല്ലാതാക്കരുതേ ഭഗവാനെ. അതിന് അങ്ങയുടെ പാദത്തിലുള്ള ഭക്തി ഒന്ന് മാത്രമാണ് ശരണം. അതിന് ഭഗവാൻ എന്നെ സഹായിക്കണം. ഹരിനാരായണന് നമസ്കാരം എന്നാണ് ഈ 4 വരികളിലൂടെ ആചാര്യൻ നമ്മെ പഠിപ്പിക്കുന്നത്. എന്താണ്? ദംഭായ വൻമരമതിനുള്ളിൽ നിന്നു ചില കൊമ്പും തഴച്ചവധിയില്ലാതെ കൈകനിയും അമ്പോട് അതിനരികിൽ വായിക്കുന്നതല്ല നിൻപാദ ഭക്തിലത നാരായണായ നമ. ഇന്നത്തെ എൻ്റെ ഈ സത്സംഗം നിർത്തുകയാണ്. അടുത്ത ആഴ്ച ഞാൻ അടുത്ത ശ്ലോകവുമായി വരുന്നതാണ്. നന്ദി, നമസ്കാരം. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണുഹരി നാരായണായ നമ. ദംഭായ വൻമരമതിനുള്ളിൽ നിന്നു ചില കൊമ്പും തഴച്ചവതി ഇല്ലാതെ കായികനെ അമ്പോടതിനരികിൽ വായിക്കുന്നതല്ല ബദ നിൻ പാദഭക്തിലത നാരായണായ നമ.